നമസ്കാരം. ഇന്ത്യക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ഒരു കാര്യം ഓർത്താൽ നന്ന്. നിങ്ങൾ എന്തൊക്കെ പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ അഹങ്കാരം തീർത്തു തരാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആ യാഥാർത്ഥ്യം. ഇനി വരുന്നത് ഏത് ആസി മുനീർ ആയാലും ഇന്ത്യക്കൊന്നും സംഭവിക്കില്ല. വിഷയത്തിലേക്ക് വരാം. പാകിസ്ഥാൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് നോക്കാം. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന ഭീഷണികളും മേഖലയിലെ മാറുന്ന സൈനിക സാഹചര്യങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സമീപകാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ ഇന്ത്യക്കെതിരെയുള്ള തന്റെ കർക്കശമായ നിലപാട് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുമായി ഒരു യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ തനിച്ചായിരിക്കില്ല എന്നും പുറത്തു നിന്നുള്ള സുപ്രധാനമായ സഹായങ്ങൾ പാകിസ്ഥാന് ലഭിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ദക്ഷിണേഷ്യൻ സുരക്ഷാ മേഖലയിൽ പുതിയ ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അതായത് ആരൊക്കെയോ തങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ. ചരിത്രപരമായി പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചൈനയെയും ചില അറബ് രാജ്യങ്ങളെയും ആശ്രയിക്കാറുണ്ട്. എന്നാൽ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയും സൈബർ യുദ്ധമുറകളും നിർണായകമാകുമ്പോൾ ഇത്തരം വിദേശ സഹായങ്ങൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാകുമെന്നതാണ് മുനീർ സൂചിപ്പിക്കുന്നത്. പക്ഷേ മുനീർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് അങ്ങനെ കാര്യമായ വെല്ലുവിളികളൊന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല. കാശ്മീർ വിഷയത്തിലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ കാര്യത്തിലും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് സൈനിക മേധാവിയുടെ ഈ പ്രസ്താവനകൾ കൂടുതൽ മൂർച്ച കൂട്ടുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ സൈന്യം ശക്തമാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായി തകർച്ച നേരിടുന്ന പാകിസ്ഥാൻ ജനശ്രദ്ധ തിരിക്കാനായി ഇന്ത്യ വിരുദ്ധ വികാരം ആളിപ്പടർത്തുന്ന ഒരു തന്ത്രം കൂടിയായിട്ട് ഇതിനെ നോക്കിക്കാണാവുന്നതാണ്. ചൈനയുമായുള്ള പാകിസ്ഥാന്റെ സൈനിക കൂട്ടുകെട്ട്, അതായത് സിപെക് പോലെയുള്ള പദ്ധതികൾക്ക് പുറമെ ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ ഇരട്ട വെല്ലുവിളിയായി ഉയർന്നുണ്ട്. ആധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും കൈമാറുന്നതിലൂടെ പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഈ വിദേശ ശക്തികൾ ശ്രമിക്കുന്നു എന്നതാണ് മുനീറിന്റെ അവകാശവാദങ്ങളുടെ അന്തസത്ത. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണികൾ തള്ളിക്കളയാനാവുന്നതുമല്ല, പക്ഷെ വളരെ സീരിയസുമല്ല. ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ അതീവ ജാഗ്രത പുലർത്തുന്നതിനോടൊപ്പം തന്നെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രാലയം തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അസീം മുനീറിന്റെ ഇത്തരം മുന്നറിയിപ്പുകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ ഒന്നുമല്ല എന്നത് അവർക്ക് മാത്രമാണ് തിരിച്ചറിയാത്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാധീനവും സൈനിക കരുത്തും പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുറത്തുനിന്നുള്ള സഹായം ലഭിക്കുമെന്ന മുനീറിന്റെ പ്രസ്താവന ഒരു യുദ്ധതന്ത്രം എന്നതിലുപരി ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയി മാത്രമേ നമുക്കിവിടെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. വെറുതെ എന്തോ പുലഭ്യം പറയുകയാണ് എന്നതാണ് ചുരുക്കം. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം പ്രവണതകളെ ലോകരാജ്യങ്ങൾക്കിടയിൽ തുറന്നു കാട്ടുക എന്നതും ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിരിക്കും. അതായത് പാകിസ്ഥാൻ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ഇന്ത്യക്ക് ഇനി കൃത്യമായിട്ട് പറയാവുന്നതാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ പ്രസ്താവനകളിൽ നിഴലിക്കുന്ന ചൈന പാക് സഖ്യം ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം വെറും ഒരു അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, മറിച്ച് ടു ഫ്രണ്ട് വാർ എന്ന ഇരട്ട വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് ചൈന നൽകുന്ന സാങ്കേതികവും അതുപോലെ സൈനികവുമായിട്ടുള്ള പിന്തുണയാണ് മുനീറിന്റെ ആത്മവിശ്വാസത്തിന് പിന്നിലെ പ്രധാന ഘടകം എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ചൈനീസ് നിർമ്മിത J-10C യുദ്ധവിമാനങ്ങൾ, ഷഹീർ മിസൈലുകൾ, ആവശ്യമായ സാങ്കേതിക വിദ്യകൾ, അതുപോലെ സായുധ ഡ്രോണുകൾ എന്നിവ പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ ചൈന നേരിട്ട് പങ്കെടുത്തില്ല എങ്കിൽ പോലും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയും അത്യാധുനിക ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതിലൂടെയും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇന്ത്യ അപ്പോഴും പോരാടുക തന്നെ ചെയ്യും. സാമ്പത്തിക ഇടനാഴിയായ സിപെക് വെറും ഒരു വ്യാപാര പാതയല്ലെന്നും അതിന് വ്യക്തമായ സൈനിക ലക്ഷ്യങ്ങളുണ്ട് എന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഗദ്ദർ തുറമുഖം ചൈനീസ് നാവികസേനയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ വികസിപ്പിക്കുന്നത് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ മേധാവിത്വം തടയാനുള്ള തന്ത്രം തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിർത്തികളിലും ഒരേ സമയം ഇന്ത്യക്ക് പ്രതിരോധം തീർക്കേണ്ടതായി വരും. ഇതിനു പുറമെ തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയും മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ധനസഹായവും യുദ്ധകാലത്ത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആധുനിക യുദ്ധമുറകളിൽ ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ യുദ്ധതന്ത്രങ്ങൾ എന്നിവ കൂടി പാകിസ്ഥാന് ലഭ്യമാകുന്നത് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ സഖ്യത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് നടത്തുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അമേരിക്കയുമായിട്ടുള്ള ക്വാഡ് സഖ്യം, റഷ്യയിൽ നിന്നുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ കവചം ശക്തമാക്കുന്ന ഘടകങ്ങളാണ്. അസീം മുനീറിന്റെ പ്രസ്താവനകൾ ഒരു വശത്ത് പാകിസ്ഥാന്റെ സൈനിക വീര്യം കാട്ടാനുള്ള ശ്രമമാണ് എങ്കിലും മറുവശത്ത് അത് ഇന്ത്യയെ വളയാനുള്ള ചൈനീസ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നോക്കിക്കാണേണ്ടത്. ആഗോളതലത്തിൽ ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോടൊപ്പം തന്നെ
അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും അതുപോലെ ആയുധ നവീകരണത്തിലൂടെയും മാത്രമേ ഇന്ത്യക്ക് ഈ ഭീഷണിയെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ നേരിടുന്ന ഈ ഇരട്ട ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് 17 മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സ്. പശ്ചിമ ബംഗാളിലെ പനാഗഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ വിഭാഗം ചൈനയുമായുള്ള അതിർത്തിയിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാനാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഏകദേശം 9000-ലധികം സൈനികരടങ്ങുന്ന ഈ വിഭാഗത്തിന് ഉയരമേറിയ പർവ്വത മേഖലയിൽ അതിവേഗം നീങ്ങാനും ശത്രു രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താനുള്ള പ്രത്യേക പരിശീലനമാണ് ലഭിച്ചിട്ടുള്ളത്. പർവ്വത യുദ്ധമുറകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒന്നായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള മേഖലകളിൽ തന്ത്രപ്രധാനമായ റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കുന്നതിലൂടെ ഏത് അടിയന്തര സാഹചര്യത്തിലും സൈനികരെയും അതുപോലെ യുദ്ധോപകരണങ്ങളെയും അതിവേഗം അതിർത്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ലഡാക്കിലെ ദുർബക് ഷോക്ക് ദൌലത്ത് ബേഗ് ഓൾഡി റോഡും അടൽ ടണലും ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളുമാണ്. ഈ സംവിധാനങ്ങൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത നീക്കങ്ങളെ തടയാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നുണ്ട് എന്നത് എടുത്തു പറയണം. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. അതായത് നമ്മൾ പേടിക്കാനൊന്നുമില്ല എന്നാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും മിസൈൽ ഭീഷണികളെ നേരിടാൻ റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനം അതിർത്തിക്കുള്ളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സുദർശൻ ചക്ര. ഇതിനു പുറമെ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ മിസൈലുകളും റഫാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യയുടെ ആകാശ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. സൈനികമായ തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ ചൈനയെ സാമ്പത്തികമായി പ്രതിരോധിക്കാനും അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുമുള്ള നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ ശക്തമായി തുടരുന്നു എന്നതും പറയണം. അസീം മുനീറിന്റെ ഭീഷണികൾക്ക് മറുപടിയായി അതിർത്തിയിലെ ഓരോ ഇഞ്ചും സംരക്ഷിക്കാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ് എന്നതാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സംവിധാനങ്ങൾ തന്നെയാണല്ലോ. ശത്രു രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പ്രാപ്തിയുള്ളവയാണ് ഈ മിസൈലുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് തന്നെയാണ് കേട്ടോ. ശബ്ദത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയാൻ നിലവിലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ഇന്ന് കര, കടൽ, ആകാശം എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും എന്നതിന്റെ തന്ത്രപരമായ മൂല്യമാണ് വർദ്ധിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ഏത് സൈനിക കേന്ദ്രത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ നമ്മുടെ ബ്രഹ്മോസിന് ഇപ്പോൾ ശേഷിയുണ്ട്. മറ്റൊരു നിർണായകമായ ആയുധം അഗ്നി 5 ആണ്. ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ചൈനയുടെ ഏത് ഭാഗത്തും എത്തുവാൻ കെൽപ്പുള്ളതാണ്. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അഗ്നി മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന്റെ നട്ടെല്ലാണ് എന്നാണ് പറയേണ്ടത്. അഗ്നി 5 മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന MIRV സാങ്കേതിക വിദ്യ ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും. ഇതിനൊപ്പം തന്നെ അതിർത്തിയിൽ ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ സഹായിക്കുന്ന ആകാശ്, പ്രളയ് തുടങ്ങിയ ഹ്രസ്വദൂര മിസൈലുകളും ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത ഭീഷണിയെ നേരിടാൻ ഈ മിസൈൽ ശ്രേണികൾ ഇന്ത്യക്ക് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആയുധങ്ങൾ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പ് കൂടിയാണ്. ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ യുദ്ധകാലത്ത് സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏത് സൈനിക മേധാവി വന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് ഒരു കൂസലുമില്ല എന്നതാണ് സാരം. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.